ഖുർആൻ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആലത്തൂരിൽ ഖുർആൻ സമ്മേളനം നടത്തി. ഖുർആൻ സ്റ്റഡി സെന്റർ സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്വി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകൾക്കും അപ്പുറമുള്ള ഒന്നാണ്. നമ്മുടെ എല്ലാ ധാരണകളെയും തിരുത്തുന്ന ഒന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗ ദൗത്യം എന്തായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന കുറേയേറെ സൂക്തങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൂറത്തുൽ ജുമുഅയിൽ അല്ലാഹു പറഞ്ഞ വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ എന്ന ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ദൗത്യവുമായിട്ടാണ് ആ സമൂഹത്തിൽ നിയോഗിതനായത്, ആ ദൗത്യ നിർവഹണത്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ കൈവശമുണ്ടായിരുന്ന ആയുധം എന്തായിരുന്നു, ആ ദൗത്യത്തിലൂടെ ആ സമൂഹത്തിൽ ഉണ്ടാക്കിയ പരിവർത്തനങ്ങൾ എന്തെല്ലാമാണ്, ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കൂടിയാണ് ഈ സൂറത്തുൽ ജുമുഅയിലെ ഇത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അപരിചിതനായ ഒരാളായിരുന്നില്ല. അവരുടെ കൂട്ടത്തിൽ നിന്ന് അവരോടൊപ്പം ജീവിച്ച, അവർക്ക് നേരത്തെ നന്നായി പരിചയമുള്ള ഒരാളാണ് അല്ലാഹുവിന്റെ റസൂൽ എന്ന് ഓർമ്മപ്പെടുത്തിയതിനു ശേഷം ആ പ്രവാചകൻ ആ സമൂഹത്തിൽ നിർവഹിച്ച ദൗത്യം എന്താണ് എന്നതിലേക്കുള്ള സൂചന അതിന്റെ അവസാന ഭാഗത്താണ് അല്ലാഹു നൽകുന്നത്. ജില്ലാ പ്രസിഡന്റ് കളത്തിൽ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോർഡിനേറ്റർ നൌഷാദ് മുഹിയുദ്ദീൻ, ജമാഅത്തെ ഇസ്ലാമി ആലത്തൂർ ഏരിയ പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ മൗലവി, നബീഹ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന ശൂറ അംഗം റുക്സാന, കേന്ദ്ര പ്രതിനിധി സഭാംഗം യൂസുഫ് ഉമേരി എന്നിവർ പ്രഭാഷണം നടത്തി. സഫിയ ഷറഫിയ നന്ദി പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.